ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യാത്രാ സ്നേഹി. നമ്മളിന്ന് കാശ്മീരിലെത്തിയ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഗുൽമർഗിലേക്കാണ് പോകുന്നത്. നമ്മൾ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാനും ഐസ് എക്സ്പീരിയൻസ് ചെയ്യാനുമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോണ്ടോള റൈഡൊക്കെ ഉണ്ട്. അപ്പോൾ ഫേസ് 1, ഫേസ് 2 അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. രണ്ടിടത്തും നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഐസ് എക്സ്പീരിയൻസ് ചെയ്യുക. കാശ്മീരിലെ ഐസ്, സ്നോഫോള്, പിന്നെ ഇന്നലെ ഓൾറെഡി റെയിൻ എക്സ്പീരിയൻസ് ചെയ്തു വേത്താബിൽ പോയപ്പം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ വഴിയെ കാണാം. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 7 മണിക്ക് തന്നെ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 6:30 ആയി സമയം. നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് 5 തന്നിട്ടുണ്ട്. 5 തന്നിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ തരാം. Flowers paradise. It's also called the winterland of Kashmir. In winters, most skiers that time came from the foreigners in even our India. They doing the skiers in there. Gulmarg have a famous for these things. One with the skiing and the gondola. Gondola actually have a 2 phase. First phase called the upperward, second phase called the Kangdori. First ride you take from gondola to upperward, it takes 5 to 6 minutes. But you have to be in the queue 2 to 3 hours sometimes for these 5 minutes. And there also you fix the rate. It's not okay, sir. You are going to second level. It's not enough for there. So you have to change your shoes and jacket. They will give you on the rented basis. And from the vehicle, our vehicle drop you, there will be the option for you. You have to take small cabs from there. You have to give both sides 100 to 150 rupees per person. You have to pay your own. Okay? So our lunch is, when we back, our lunch is in the Tangmarg area. Why we do the lunch in the Tangmarg area? Because the last 14 kilometers from Tangmarg to Gulmarg, it's very high. That's why we give a lunch on the way when we back 20 kilometers away from the Gulmarg. And when we return, we give some. There, Gulmarg is also from the famous for these things like the pashmina shawls, carpets they making in there. The houses, the housewives in the mostly in the winters. When we return back from sightseeing, we give some time in there. Okay, this is our program today. And you carry your things like I already told you, dry things, because you have been sometimes in the queue 2 to 3 hours. Okay. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുൽമർഗിലേക്ക്. നമ്മൾ 60 കിലോമീറ്റർ ഉണ്ട്, 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ അങ്ങോട്ട്. ഒരു തൻമർഗ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് വരെ നമ്മൾ വണ്ടികൾ പോകുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് യൂണിയൻ ക്യാബ്, ഇവിടുത്തെ വണ്ടികളിൽ വേണം നമുക്ക് ആ പോയിന്റുകളിലേക്കൊക്കെ പോകാനായിട്ട് ഗുൽമർഗിലേക്ക്. അപ്പോൾ ഈ തൻമർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നമുക്ക് വേണ്ട ജാക്കറ്റും ഷൂസും എല്ലാം അവിടെ നിന്ന് റെൻ്റ് എടുക്കാൻ പറ്റും. റെൻ്റ് എടുത്തിട്ടേ പോകാൻ പറ്റും. കാരണം അത്രയും തണുപ്പുള്ള ഏരിയയിലേക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഡ്രസ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അത്രത്തോളം ഈ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാകില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ ഗ്ലൗസും ഷൂസും പിന്നെ ജാക്കറ്റൊക്കെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. നമ്മൾ തൻമർഗിലെത്തി. ക്യാപ്പ്, ഷൂ, സോക്സ്, പിന്നെ ജാക്കറ്റ് അതെല്ലാം മേടിച്ചു കേട്ടോ. പിന്നെ ജാക്കറ്റും ഷൂവും മാത്രമാണ് നമ്മൾ റെൻറ്റിന് കിട്ടുക. ബാക്കി നമ്മുടെ ക്യാപ്പ്, ഷൂ, സോക്സ്, ഗ്ലൗസ് അതെല്ലാം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് തന്നെ വാങ്ങണം. അത് നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 14 കിലോമീറ്ററിൻ്റെ ഗുൽമർഗിലേക്ക് നമ്മൾ ഇങ്ങനെ മല കയറി പോകണം. വളരെ മനോഹരമായ സീനിക് ബ്യൂട്ടി ഉള്ളൊരു സ്ഥലം കേട്ടോ. അവിടുത്തെ മരങ്ങളും അതുപോലെ പുൽമേടും ഒക്കെ കാണാൻ നല്ല അതിമനോഹരമായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ ഹെയർപിൻ വളവുകളും കയറി പോകുമ്പോൾ താഴെയുള്ള മലഭാഗത്തൊക്കെ ഈ കോടമഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നുകയില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഗുൽമർഗ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഞങ്ങളങ്ങനെ തൻമർഗിലെ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇനി നമ്മൾ കുറച്ച് ദൂരം വണ്ടിയിലാണ്, ഇവിടുത്തെ യൂണിയൻ ക്യാബിലാണ് യാത്ര ചെയ്യണത്. അവിടുന്നാണ് പിന്നെ ഫസ്റ്റ് ഫേസിലേക്ക് ഗൊണ്ടോള റൈഡ്, പിന്നെ അവിടുന്ന് സെക്കൻഡ് ഫേസിലേക്ക് ഗൊണ്ടോള റൈഡ് അങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല മനോഹരമായ ഒരു വാലിയാണ്. പക്ഷെ നമുക്ക് വയറിനും എല്ലാം ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ ആൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ആയതുകൊണ്ടേ കുറച്ചൊരു ശ്വാസം മുട്ടൽ പോലെയോ അങ്ങനെ എന്തൊക്കെയോ ഫീലിങ്സ് ഒക്കെ തോന്നുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ വന്നിരിക്കുന്നത്. മലയിൽ കുറച്ച് മഞ്ഞൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്നാലും പഴയതിനേക്കാൾ കുറവാണ്. ഇപ്രാവശ്യം പെട്ടെന്ന് മഞ്ഞുരുക്കം ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഒരു 3-4 വർഷം മുമ്പൊക്കെ ഇതുപോലെ ഏപ്രിലിൽ വന്നവർക്കൊക്കെ മരങ്ങളിലേക്ക് ഫുൾ മഞ്ഞ് മൂടി കിടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്നും നമുക്കിവിടെ കാണാൻ അധികം പറ്റിയിട്ടില്ല കേട്ടോ. എന്നാലും മലയിൽ കുറച്ച് മഞ്ഞ് കാണുന്നുണ്ട്. എന്തൊക്കെ വാങ്ങിച്ചു നിങ്ങൾക്ക്? എല്ലാവരും ഫുൾ പാക്ക്ഡ് ആണ്. ഫുൾ പാക്ക്ഡ് ആണ്. നല്ല തണുപ്പാ അവിടെ. ഒന്നുമില്ല. ഗുൽമർഗ് വന്ന് നോക്കിയാലേ അറിയുള്ളൂ തണുപ്പ്. മൈനസ് എത്ര അവിടെ? മൈനസ് നല്ല തണുപ്പാട്ടാ. ഞങ്ങൾ ഫുൾ കവേർഡ് ആണ്. മഫ്ലറും ക്യാപ്പും അങ്ങനെ എല്ലാം വാങ്ങിയിട്ടുണ്ട്. എനിക്ക് കോട്ട് റെൻറ്റിനെടുത്തത് സിപ്പ് ശരിയില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഇട്ട് നോക്കിയത്. എന്തായാലും ഞാൻ അകത്ത് വേറൊരു കോട്ട് ഇട്ടത് കൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു. നമ്മൾ ഇവിടെ പോയില്ലേ, മലേഷ്യയിൽ പോയ പോലെ മേലേക്ക് പോകും. അവിടെ വിന്റർ ഫെസ്റ്റിവൽ നടക്കുന്നത് കൊണ്ടേ ഇവിടുത്തെ രാഷ്ട്രീയ നേതാവ് ഒമർ അബ്ദുള്ള വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം കയറിയ ക്യാബിൽ നിന്ന് മാറ്റി വേറൊരു ക്യാബിലേക്കാണ് കയറ്റിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി പുതിയ വണ്ടിയിലേക്ക് കയറി കേട്ടോ. അതിലാണ് ഇനി പോകുന്നത്. നമ്മളങ്ങനെ ഗോണ്ടോള കയറാനുള്ള ബേസ് ക്യാമ്പിലേക്ക് എത്തിയിട്ടോ. ആകെ ഒരു 2-3 മിനിറ്റ് ജീപ്പിൽ യാത്ര ചെയ്യേണ്ട ദൂരമേ ഉള്ളൂ. ശരിക്കും നടക്കുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി നമ്മളൊരു ജീപ്പിൽ കയറ്റിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ നിർബന്ധമില്ല കയറണമെന്ന്. പക്ഷേ ഒരാൾക്ക് 50, 100, 150 വരെയൊക്കെ രൂപ മേടിച്ചിട്ടാണ് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. നമ്മളെ നിർബന്ധിച്ച് ആ ജീപ്പിൽ കയറ്റുന്നത് പോലെയാണുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ഗൊണ്ടോള കയറാനുള്ള ഫസ്റ്റ് ഫേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഫേസ് അല്ല, ബേസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബിൽഡിംഗാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് കയറിയിട്ട് വേണം നമുക്ക് ഗോണ്ടോള കയറി ഫസ്റ്റ് ഫേസിലേക്ക് പോവാൻ. സാധാരണ ഒരു 5-6 മിനിറ്റിൻ്റെ യാത്രയെ ഈ ഫസ്റ്റ് ഫേസിലേക്ക് ഉള്ളൂ. പക്ഷേ അവിടത്തേക്ക് പോവാൻ ചിലപ്പോഴൊക്കെ ഒരു 2-3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് പറയണത്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് നമുക്ക് അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. ഇവിടെ കുറച്ച് തിരക്ക് കുറവായിരുന്നു. നമ്മൾ രാവിലെ 7 മണിക്ക് തന്നെ വന്നതുകൊണ്ട് ഇവിടെ ഒരു 8:30-9 മണിക്കുള്ളിൽ നമ്മൾ ഗൊണ്ടോളയിൽ കയറാൻ റെഡിയാണ്. ആദ്യം സെക്കൻഡ് ഫേസിലാണ് പോകുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഫസ്റ്റ് ഫേസിലേക്ക് വരുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് ഫേസിൽ ആദ്യം പോയിട്ട് അവിടുന്ന് ഗോണ്ടോള മാറി സെക്കൻഡ് ഫേസിലേക്കുള്ളത് കയറും. അവിടെ ഒരു 1 അവർ സ്റ്റേ ചെയ്ത ശേഷം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ആൾട്ടിറ്റ്യൂഡ് നമുക്ക് ചേരുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ക്യാബിൽ കയറാൻ പോവാണ്. ഇത് കഴിച്ചോ? ക്യാമറ അങ്ങോട്ട് പോയിട്ടാ.
മലേഷ്യ പോലെ തന്നെ അല്ലേ? ജെറ്റിംഗ് ഐലാൻഡ് പോയില്ലേ അതേപോലെ. മുസ്ലിംസ് അങ്കിൾക്ക് अंकल फोटो എടുക്കാൻ डेढ़ से चालू हो गया, इसलिए थोड़ा क्यू होगा वहाँ पे। यहाँ पे क्यू नहीं था, यहाँ पे 3 घंटे 4 घंटे का क्यू लगता है। अभी मॉर्निंग में आने से क्यू नहीं होता है, 11 बजे के बाद बहुत ज़्यादा क्यू। अच्छा सेकंड फेज अच्छी आला കേട്ടോ. फर्स्ट फेज शीनस पे दिमाग आसने की നടക്കുന്ന വരികയാണ് ട്രക്കിംഗ് പോകുന്നത്. അതാ അവർ മറ്റേ ഇതിന് വരുവാണെന്ന്. നടന്നു വരികയാണ് ട്രക്കിംഗ് ആണല്ലേ? സ്മോൾ ഹട്ട് നല്ല ഷെപ്പേർഡ് ഹൗസുകളാണ് കേട്ടോ. ഇവര് നവംബർ ഡിസംബറിൽ വരും. नवंबर दिसंबर, हाँ ये जून जुलाई अगस्त में यहाँ पे आते, नवंबर में वापस चले। ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ അവരിവിടെ വരും, ഈ ഷെപ്പേർഡുകൾ അവരുടെ ആടുകളായിട്ട്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴാണ് അവർ തിരികെ പോവുക കേട്ടോ. മഞ്ഞുകാലം തുടങ്ങുമ്പോൾ അവരുടെ നാട്ടിലേക്ക് തിരികെ പോകും. यहाँ सब बर्फ होगा? या सेकंड फेज में विंटर में नियर 5 to 6 feet, दिसंबर जैन फेब मार्च। ഇവിടെ മാർച്ച് മാസം വരെ മഞ്ഞുണ്ടാവുന്ന പറയുന്നത് കേട്ടോ. You have separate tickets for second phase? Second No. phase का ticket both ticket in same. Both ticket in same. ये केबल कार कब शुरू हुआ इधर? 1998 phase 1। 1998 में. आने वाला है। ബാക്കിലൊക്കെ നോക്കിയത് നല്ല മഞ്ഞാണ് കേട്ടോ. കുറെ ഉരുകി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കി ഈ ഗ്ലാസ് എല്ലാം കോട മൂടിയത് കൊണ്ട് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ. ഏഷ്യയിലെ ഹയസ്റ്റ് കേബിൾ കാർ സർവീസ് ആണ് കേട്ടോ ഇത്. നമ്മൾ ഫസ്റ്റ് ഫേസിലേക്ക് എത്തി. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് സെക്കൻഡ് ഫേസിലേക്ക് പോവാണ് കേട്ടോ. നമ്മളങ്ങനെ ഗോണ്ടോളയിൽ ഫസ്റ്റ് ഫേസിലേക്ക് എത്തിയിട്ടോ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫേസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. പക്ഷെ ഇവിടെ മുഴുവൻ കോടം മൂടി കിടക്കുവാണ് കേട്ടോ. അത് മാത്രമല്ല നല്ല തിരക്കുണ്ട്. നമ്മൾ അവിടെ നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ ഇവിടെ മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന തോന്നുന്നത്. ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനോഹരമായ കാഴ്ചയാണ്. ഇവിടെയും കുറേ മഞ്ഞൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല കോടയും ഇടയ്ക്ക് നല്ല കാറ്റ് പിന്നെ മഴ അങ്ങനെയെല്ലാം ഒരു വ്യത്യസ്തമായ കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ഫുഡും മറ്റു കാര്യങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ കാവയൊക്കെ വിൽക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. ഈ കാണുന്ന എല്ലാം ലൈനാണ് കേട്ടോ. ഇവിടത്തേക്ക് ഈ ഗോണ്ടോള ഫേസ് 2ലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ ലൈനാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ മോശമാവുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ചിലപ്പോൾ ഈ ഫേസ് 2ലേക്ക് പോകുന്നതിൽ നിന്ന് അവർ ഒഴിവാക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. സെക്കൻഡ് ഫേസിലേക്ക് പോകാനുള്ള ലൈൻ എത്തിയിട്ടോ. ഇവിടെ രാവിലെ 8:30 മുതൽ 3 മണി വരെ അലൗഡ് ഉള്ളൂ കേട്ടോ മേളിലേക്ക് സെക്കൻഡ് ഫേസിൽ പോകാനായിട്ട്. ഐസ്കേറ്റിന് പോകാനുള്ള മെഷീനറീസൊക്കെ ആയിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. अलाउ भी नहीं करते, बर्फ है इतने लेके जा सारे 13,800 അടി മേളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് കാർഡിയാക് ഡിസീസസ് ആസ്മ പോലുള്ള അസുഖങ്ങളുള്ള ആളുകളൊന്നും അങ്ങോട്ട് പോകണ്ടെന്നാണ് അഡ്വൈസ് ചെയ്യുന്നത്. ഓക്സിജൻ ലെവൽ അവിടെ കുറച്ച് കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട എന്നാണ് ഇവിടെ അഡ്വൈസ്മെൻറ്റ്
പെട്ടെന്ന് കോട വരികയല്ലേ. അവിടെ പോയാൽ എല്ലാം ഉണ്ടാവുന്നതാണ്. വിട്ടുകൊടുക്കും. മഞ്ഞ് ആൾക്കാരെന്ന് ഇവിടെ തന്നെ ഫസ്റ്റ് ഇതിന്റെ ആൾക്കാര്. ഓക്കെ അല്ലേ കവറായി? ഇത് 10 മിനിറ്റിലെത്തും. 10 മിനിറ്റ് എടുക്കും. കുറച്ച് ദൂരമുണ്ടല്ലേ? ഇല്ലായതുകൊണ്ട് 2.5 കിലോമീറ്റർ ഉള്ളൂ ആകെ. പക്ഷെ 10 മിനിറ്റ് എടുക്കും. ഇതിനാ ഈ കാണുന്നത് ഓപ്പൺ കേബിൾ കാർ ആണ് കേട്ടോ. അതിൽ പക്ഷേ ഈ ഗോണ്ടോള പോലെയുള്ള കവറിംഗ് ഒന്നുമില്ല. ഈ ഫസ്റ്റ് ഫേസ് മുതൽ സെക്കൻഡ് ഫേസിന്റെ ഒരു കുറച്ച് ദൂരം വരെ പോയിട്ട് അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല. അതേപോലെ തിരിച്ചു വരിക, ആ ഒരു രീതിയിലുള്ളത് ആ കേബിൾ കാറാണ് അത് ആ കാണുന്നത്. കാറ്റ്, നല്ല കാറ്റുണ്ട് ഇവിടെ. ഞങ്ങൾ 13,800 അടി മുകളിൽ നിൽക്കുകയാണ് ഗൈസ്. ഗോണ്ടോള കുടുങ്ങി. കുടുങ്ങി. അതെ, പോവാണ്. ഞങ്ങൾ അങ്ങനെ സെക്കൻഡ് ഫേസിൽ ഇറങ്ങി. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഞങ്ങള് 14,000 അടി മേളിലാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ ഗുൽമർഗിന്റെ സെക്കൻഡ് ഫേസിൽ 14,000 അടി മേളിലാണ് ഉള്ളത്. എൻജോയിങ് മിസ്റ്റ്, സ്നോ, റെയിൻ, ഐസ് എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഗുൽമർഗ് എൻജോയ് ചെയ്തു. സ്നോഫോള് കിട്ടി, നല്ല എൻജോയ് ചെയ്തു. എല്ലാവരും 10 മിനിറ്റേ നിൽക്കുള്ളൂ പറഞ്ഞു. നമ്മൾ 1 മണിക്കൂർ നിന്നു. 5 മിനിറ്റ് പറഞ്ഞത്. 5 മിനിറ്റാണ് അതിന് വേണ്ടി ഇത്ര ക്യൂ ഉണ്ടാവും. 5,000 പേരുണ്ടാവും. നോക്കി, താഴെ മരങ്ങളും ഉണ്ട് ഈ മഞ്ഞില്. നമ്മൾ 1 മണിക്കൂർ നിൽക്കാൻ പറ്റില്ല. ചിലപ്പോ വെയിറ്റ് ചെയ്യായിരിക്കും. എപ്പോഴാണ് മാറുന്നത്? നോക്കൂ, പെട്ടെന്നാകത്തില്ല. അവിടെ മരങ്ങള് നാളത്തേക്ക് മാറ്റി. അതെ അതെ, അങ്ങനെ ചെയ്യും. വേറെ അടുത്ത ആൾക്കാരാണെങ്കിൽ
അപ്പോൾ നമ്മൾ ഗുൽമർഗ് എൻജോയ് ചെയ്തു, തിരിച്ചിറങ്ങി. അപ്പോൾ എല്ലാ ഭാഗവും ഒരേ കാഴ്ചകൾ തന്നെ ആയതുകൊണ്ട് പിന്നെ തിരിച്ചു വരുമ്പോഴൊന്നും ആ മഞ്ഞിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷെ മഞ്ഞ് പെട്ടെന്ന് കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. മലകൾ, പാറകളൊക്കെ കാണുന്ന ഭാഗങ്ങളൊക്കെ തിരിച്ച് പെട്ടെന്ന് മഞ്ഞ് മൂടി കാണാതാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് യാത്ര ചെയ്ത് ജീപ്പിൽ പോയ വഴിയില്ലേ, ആ വഴി മാറി വേറൊരു വഴി 6 കിലോമീറ്റർ ചുറ്റിയാണ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ആ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഭാഗത്തെ ഈ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. വളരെ മനോഹരമായ ഒരു സ്ഥലം, ഫുൾ കോട മൂടി, അതുപോലെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിയിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് കണ്ടാൽ ഇറങ്ങിപ്പോയി അവിടെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം എന്ന് തോന്നും ആ സ്ഥലത്തിന്. അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല, അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ റോഡിലേക്ക് അതുപോലെ പലതരം ആക്ടിവിറ്റികൾ, ഈ ഒരുതരം കാറ് പോലുള്ളതിലേക്ക് ആളുകൾ ഓടിച്ചുകൊണ്ട് പോകുന്ന അതൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു രാജാവിൻ്റെ ഒരു പാലസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി നേരെ ഗുൽമർഗിലെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇനി ഒരു 14 കിലോമീറ്റർ താഴെ പോയിട്ട് പിന്നെ ഒരു 6 കിലോമീറ്ററും കൂടി ഓടിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. ലഞ്ച് നമ്മൾ കഴിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ 5 മണിക്കാണ് ലഞ്ച് കഴിച്ചത്. അതുപോലെ ലഞ്ച് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മളൊരു കടുകുപാടത്തിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ബേതാബിൽ പോകുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരുപാട് കടുകുപാടം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കടുകുപാടത്തിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളിനി നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.